ട്രേഡ് തിയറിയിൽ സർവേയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ് വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ് ആണ്. സർവേയിങ്ങിൻ്റെ ടോപ്പിക്കിൽ തിയോഡലൈറ്റ് സർവേ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തിയോഡലൈറ്റ് സർവേയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഇസ് ദ മോസ്റ്റ് പ്രിസൈസ് ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏത് എന്നാണ്. ആദ്യത്തേത് സർവേ ചെയിൻ ആണ്. ഓപ്ഷൻ ബി ഡംബി ലെവലാണ്. സി തിയോഡലൈറ്റ് ആണ്. ഡി ടെലസ്കോപ്പ് ആണ്. അപ്പം ഓപ്ഷൻ സി തിയോഡലൈറ്റ് ആണ് വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സർവേ ചെയിൻ ഏതാണ്? ചെയിൻ എന്തിനാണ്? ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സർവേ ചെയിൻ യൂസ് ചെയ്യുന്നത്. ഡംബി ലെവൽ എന്തിനാണ്? വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് ഡംബി ലെവൽ. ടെലസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ തിയോഡലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡംബി ലെവൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ ഒരു പാർട്ടാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് തിയോഡലൈറ്റ് ഇൻ സർവേയിങ്. തിയോഡലൈറ്റ് സർവേയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാത്തത് ഏതിനാണ് നമ്മൾ ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലേയിങ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ, ഓപ്ഷൻ ബി ലൊക്കേറ്റിംഗ് പോയിന്റ്സ് ഓൺ ലൈൻ, ഓപ്ഷൻ സി പ്രൊലോങ്ങിങ് സർവേ ലൈൻസ്, ഓപ്ഷൻ ഡി മെഷറിംഗ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നമുക്കറിയാം നമ്മൾ തിയോഡലൈറ്റ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾസ് കണ്ടുപിടിക്കാനും ഹൊറിസോണ്ടൽ ആംഗിൾസ് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി മെഷറിംഗ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ആൻസർ. കാരണം നമ്മൾ തിയോഡലൈറ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് തിയോഡലൈറ്റ് ഇൻ സർവേയിങ്. അതായത് നമുക്ക് ഏത് കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നമുക്ക് തിയോഡലൈറ്റിൽ ചെയ്യാൻ പറ്റാത്തതാണ്, അത് ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഡിറ്റർമിനിങ് ദ ഏരിയ ഓഫ് ഗ്രൗണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ഈസ് വൺ വിച്ച് ദ ലൈൻ ഓഫ് സൈറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ റിസോൾവിംഗ് ദ ടെലസ്കോപ്പ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് നമ്മൾ തിയോഡലൈറ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് തിയോഡലൈറ്റ് ആണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയോഡലൈറ്റിലുള്ള ടെലസ്കോപ്പിന് നമുക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ട്രൂണിയൻ ആക്സിസ് അഥവാ ഹൊറിസോണ്ടൽ ആക്സിസിലുള്ളതാണ് വെർട്ടിക്കൽ പ്ലെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അതാണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് 180 ഡിഗ്രിയിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ്. ഓപ്ഷൻ എ ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ആണ്. അതായത് എ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ഈസ് വൺ വിച്ച് ദ ലൈൻ ഓഫ് സൈറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ റിസോൾവിംഗ് ദ ടെലസ്കോപ്പ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയോഡലൈറ്റ് രണ്ട് ടൈപ്പാണ്, ട്രാൻസിറ്റും നോൺ ട്രാൻസിറ്റും. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെലസ്കോപ്പ് നമുക്ക് 180 ഡിഗ്രി വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 180 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് 180 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ്. അപ്പം ഓപ്ഷൻ ബി ഫോൾസ് ആണ്.